ഹായ്, എൻ്റെ പേര് പ്രദീപ്. ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. ഞാനൊരു ആദ്യമായിട്ടാണ് വീഡിയോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഞാനൊരു ഓലയുടെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഓല S1 Gen 2 പ്രോ Gen 2. അപ്പോൾ ഇതാണ് KL02BV0433. ഞാൻ നവംബറിൽ ബുക്ക് ചെയ്ത് എനിക്ക് ആ വണ്ടി ഡിസംബറിൽ കിട്ടി. അപ്പോൾ ഒരു മാസം 1.5 മാസമൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു നല്ലൊരു വണ്ടിയായിരിക്കും. എനിക്ക് ഡെയിലി ഒരു 90 കിലോമീറ്റർ ഓട്ടം ഉണ്ടാകാനാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പക്ഷേ ഇപ്പം എടുത്ത് 8 മാസത്തിനിടയ്ക്ക് വെച്ച് 6 കംപ്ലൈൻ്റാണ് എനിക്ക് വന്നേക്കുന്നത്. 2 തവണ മോട്ടർ മാറ്റി വെച്ചു. 2 തവണ മോട്ടർ മാറ്റി വെച്ചു. ഓർത്തോണം, ഇതൊരു പുതിയ വണ്ടിയാണ്, 8 മാസമായിട്ടുള്ളൂ. 2 തവണ മോട്ടർ കംപ്ലൈൻ്റായി. ഒരു തവണ ബെൽറ്റ് പൊട്ടിപ്പോയി. 2 തവണ വഴി വെച്ച് വണ്ടി ഓഫായിപ്പോയി. അങ്ങനെ ഈ 6 കംപ്ലൈൻറ്റുകളിൽ 5 എണ്ണവും മേജർ കംപ്ലൈൻ്റ് ആയിരുന്നു. എടുത്ത് ഡിസംബറിൽ തന്നെ 2 കംപ്ലൈൻറ്റ് വന്നു. അന്ന് ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു, ആക്സിലേറ്ററിൻ്റെ ഇഷ്യൂ ആണ്. അത് കൊടുത്തു, അന്ന് വൈകിട്ട് തന്നെ കിട്ടി. ഞാൻ വിചാരിച്ചു സർവീസ് ഭയങ്കര നല്ലതാണ്, രാവിലെ കൊടുത്ത് വൈകിട്ട് കിട്ടിയല്ലോ. പിന്നെ തൊട്ട് സർവീസിൻ്റെ അത് ഭയങ്കര മോശമായിട്ടാണ് വന്നിരുന്നത്. വണ്ടി എവിടെയെങ്കിലും വെച്ച് കംപ്ലൈൻ്റ് ആയി അവരെടുത്തുകൊണ്ട് പോകും. ഇപ്പം എമർജൻസി കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്താൽ കൂടി നമുക്ക് അന്ന് അത് കിട്ടത്തില്ല. എമർജൻസി ബുക്ക് ചെയ്താൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു 12 തൊട്ട് 15 ദിവസം വരെ ഒരു സർവീസിന് എടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് വളരെ ഈ 15 ദിവസമൊക്കെ വണ്ടി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി എനിക്ക് 90 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്താൽ എന്തെന്നുള്ള രീതിയിലോട്ട് വന്നത്. ഈ വണ്ടി വില എനിക്ക് 1,68 ആയതാണ്. ലോണ് 6,000 അടുപ്പിച്ച് ലോണും ഉണ്ട് 2 വർഷത്തേക്ക്. എല്ലാം കൂടി വരുമ്പോൾ ഒരു 2-ന് മേലെ മുടക്കിയിട്ടാണ് ഈ വണ്ടി എടുത്തേക്കുന്നത്. ഈ ടാക്സ് ലോണെല്ലാം കൂടി അടച്ച് കഴിയുമ്പോഴത്തേക്ക് 2-ന് മേളിലോട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ മുടക്കി ഒരു വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ, വിശ്വസിച്ച് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്ത് പോലും. ലാസ്റ്റ് ഞാൻ കോന്നിയിൽ നിൽക്കുമ്പോഴാണ് വണ്ടി അവിടെ കംപ്ലൈൻ്റ് ആവുന്നത്. പിന്നെ വഴി വെക്കുക, ബസ് റൂട്ടോ അതില്ലാത്ത സ്ഥലത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പെട്ടുപോകും. ഇത് ഞാൻ അവിടെ എമർജൻസി കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞാണ് വണ്ടി ഒന്നെടുത്തത്. എന്നിട്ട് കൊല്ലത്തെ കംപ്ലൈൻറ്റ് മോശമാണെന്നുകൊണ്ടും ഞാൻ തിരുവല്ല കൊടുത്തിട്ട് സർവീസ് ചെയ്തു, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഇതിപ്പം വണ്ടി എടുത്തത് എനിക്കൊരു വലിയൊരു ബാധ്യതയായിട്ടിരിക്കുകയാണ്. അപ്പം ഓല എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു 10 പേരുടെ അഭിപ്രായം ചോദിക്കുക. എൻ്റെ അടുത്ത് സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഈ വണ്ടി എടുക്കരുത്. അത്രയ്ക്ക് മോശം, ഏതോ ഒരു കച്ചട വണ്ടി. അതായത് ഇത്രയും കംപ്ലൈൻറ്റുള്ള വണ്ടി എൻ്റെ മേലെ അടിച്ചേൽപ്പിച്ച് ഓല ചീറ്റ് ചെയ്യുക ചെയ്തത്. ഞാനിത് ലീഗലി മൂവ് ചെയ്തു.